ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളെ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാൻ പോണ പലഹാരം പഴം വെച്ചിട്ടാണ്. പഴം നിങ്ങൾ എടുക്കുമ്പോൾ പാളയംകുടനാണേലും ഞാലിയാണേലും അല്ലെങ്കിൽ ഏത്തപ്പഴാണേലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഉള്ള പഴം വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെച്ചിട്ടാം. അപ്പോൾ അതാ ഇത്രയും പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുവാണേ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാമേ. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിനനുസരിച്ച് ഇട്ടോണം. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലോ അല്ല കുറവോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോണം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ പഴം കൂടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാമേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാമേ. മൈദാപ്പൊടി ഒത്തിരി ചേർത്ത് കൊടുക്കുന്നില്ല. അത് ഈ തവിക്ക് ഒരു തവി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് റവയാണ്. അപ്പോൾ റവ ഞാൻ വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഇട്ട് ചേർത്തിട്ട് ഇളക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇളക്കി ഒത്തിരി അങ്ങോട്ട് ലൂസായി പോകരുത്, അതുപോലെ ഒത്തിരി അങ്ങോട്ട് തിക്കുമായി പോകരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, മധുരം ഉള്ളതല്ലേ. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇടിയൊക്കെ മിന്നുന്നുണ്ട്, മഴയ്ക്കുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നു. ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് എള്ളാണ് കേട്ടോ. അപ്പോൾ എള്ളും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. വളരെ കുറച്ച് മാത്രം കേട്ടോ. നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് കുറച്ചുകൂടെ ഒന്ന് കുതിരും, അതായത് ഈ റവ നമ്മൾ ഇട്ടത് കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് കുതിർന്നിട്ട് ഒന്നുകൂടെ ടൈറ്റാകും. ഇനി ടൈറ്റ് ആകുവാണെങ്കിൽ ലേശം വെള്ളമോ വല്ലതും ഒഴിച്ചു കൊടുത്താൽ മതി, ലേശം മാത്രം കേട്ടോ. ഞാൻ കാണിച്ചു തരാം എടുക്കുന്ന സമയത്ത്. അങ്ങനെ ആ സമയത്ത് നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡർ കൂടെ ഇതിലേക്ക് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് ഇച്ചിരി ഒരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കണം കേട്ടോ. എന്നിപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂണ് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം, കുറച്ച് മാത്രം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഒന്ന് ലൂസാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ ഒരു 2-3 ഏലക്കായും ജീരകവും കൂടെ ഒന്ന് പൊടിച്ചതാണ്. അപ്പം നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്കിങ്ങനെ കുറേശ്ശെ ഈ ബോണ്ടയൊക്കെ പോലെ ചെറിയ പൊരിയൊക്കെ പോലെ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഒരു മിൽമയുടെ കവറുണ്ടല്ലോ, ഒരു മിൽമയുടെ കവർ, ഇപ്പം ഏതിൻ്റെ ആണെന്നൊന്നുമില്ല, മിൽമയുടെ കവറോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കണം മറ്റേ കവറുണ്ടല്ലോ, അത്തരം കവറോ എന്തെങ്കിലും മതി കേട്ടോ. നമുക്ക് ഉള്ള കവർ വെച്ചിട്ട് ഇപ്പം എനിക്ക് എൻ്റെ ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഇത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതായത് റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടി വെക്കാം കേട്ടോ. നല്ലപോലെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് ചുറ്റി കെട്ടി അതൊന്ന് വെളിയിലേക്ക് പോരാത്ത രീതിക്ക്. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ട് നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് കുറച്ച് വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള സാധനമാണ്. അതുകൊണ്ട് തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. ഇതുപോലെ പതുക്കെ കണ്ടോ. ഇപ്പം തന്നെ അത് ഞാൻ തീ കുറച്ച് വെച്ചിട്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് ഇതായി നിറം മാറി തുടങ്ങി. അപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക, വളരെ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സിമ്പിളാണ് സംഭവം, സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനമാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ബോണ്ടയൊക്കെ പുറം കരിഞ്ഞല്ല, ബോണ്ടയുടെ ഒക്കെ പുറം നിറം മാറി വരില്ലേ, ആ ഒരു നിറമാണ് കേട്ടോ ഇതിന് വേണ്ടത്. നമ്മുടെ പലഹാരം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ മഴയൊക്കെ തുടങ്ങി. ഇനി ഞങ്ങൾ ഇച്ചിരി ചായ കുടിക്കട്ടെ കേട്ടോ. നിങ്ങളും അന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.